നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ഇന്ന് ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ജഡ്ജിയുടെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പ്രതിഷേധക്കൂട്ടിൽ ജഡ്ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. ജഡ്ജിക്ക് നേരെ പ്രതിഷേധം വ്യാപകം എന്ന് പറഞ്ഞുകൊണ്ട് 2 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെതിരെ വ്യാപക പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. സംഭവത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടി എന്നാണ്. ഇനി വിദ്വേഷ പ്രസംഗം ഏക സിവിൽ കോഡിനെ പിന്തുണച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സൈഡ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇംപീച്ച് ചെയ്യാൻ പ്രമേയം കൊണ്ടുവരുമെന്ന് ശ്രീനഗർ MP രാഷ്ട്രപതിക്ക് കത്തയച്ച് ലീഗ് MP മാർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 2 ബുള്ളറ്റിൻ കൂടി വാർത്തയെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഇറാൻകാരനായ പ്രതിക്ക് 12 വർഷം കഠിന തടവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മാതൃഭൂമിയുടെ മറ്റ് പേജുകളിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഒരു ഫോളോ അപ്പ് സ്റ്റോറിയാണ്. കേരളത്തോട് വീണ്ടും ജലച്ചതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തയും വരുന്നത്. തമിഴ്നാട്ടിലേക്ക് 63.4 കോടി ഘനമീറ്റർ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയെ സംബന്ധിച്ച ഫോളോ അപ്പ് സ്റ്റോറിയാണ് ഇത്. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതിയിൽ എതിർപ്പറിയിക്കാൻ കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. വാർത്തയുടെ തലക്കെട്ട് കേരളം എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. നദീ സംയോജന പദ്ധതിയിൽ കേരളം എതിർക്കും എന്നാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ചുള്ള എത്ര പേരെ ഇതുമായി കുടിയൊഴിപ്പിക്കണമെന്നെല്ലാം തന്നെ കൃത്യമായി നൽകുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നം, എവിടെയെല്ലാമാണ് ദുരിതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നെല്ലാം തന്നെ പോയിന്റ് ബൈ പോയിന്റായി തന്നെ മാതൃഭൂമി നൽകുന്നുണ്ട്. മറ്റൊന്ന് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പരിധിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് വരുന്നത്. സംസ്ഥാനത്തെ എല്ലാ ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ പരിധിയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് റോഡ് കയ്യേറി CPM സമ്മേളനം ആരാണ് അധികാരം നൽകിയതെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച വാർത്തയാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നികുതി വരുമാനത്തിന്റെ പാതി ചോദിച്ചുകൊണ്ട് കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. 16ാം ധനകാര്യ കമ്മീഷൻ മുമ്പാകെ സ്വന്തം നിലയിൽ പദ്ധതി നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക വിഹിതവും ഉന്നയിച്ച കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകുന്നത്. മറ്റൊന്ന് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ 20കാരന് ദാരുണാന്ത്യം എന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് സ്വകാര്യ സ്ഥാപനത്തിനായി പ്രൊമോഷൻ റീൽസ് വീഡിയോ എടുക്കുന്നതിനിടയിൽ കാറിടിച്ച് 20 വയസ്സുകാരന് ദാരുണാന്ത്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് 1ാം പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഗാഡ്ഗിലിന്, മാധവ് ഗാഡ്ഗിലിന് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി മനോരമയിലേക്ക് വരുമ്പോൾ മനോരമയിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രധാന വാർത്ത ഒന്ന് മുണ്ടിനീർ രോഗവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മുണ്ടിനീർ ഇക്കൊല്ലം 30 മടങ്ങ് വർധനയെന്ന് ആരോഗ്യവകുപ്പ്. രോഗബാധിതർ 69,000 എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. കുട്ടികൾക്കുള്ള വാക്സിൻ നിർത്തലാക്കിയത് പ്രശ്നമായെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്താകെ കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് ബാധിച്ചവരുടെ എണ്ണം കുതിച്ചുയരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മലപ്പുറത്തും കണ്ണൂരും 10,000-ൽ പരം കേസുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു സൈഡ് സ്റ്റോറിയും ഇതുമായി നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ വാഹനാപകടം ആസൂത്രിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ നിന്നുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകളുടെയും മരണത്തിനിടയാക്കിയ വാഹനാപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ലെന്നും കാർ ആരും ആക്രമിച്ചിട്ടില്ല എന്നും ഭാര്യയായ ലക്ഷ്മി തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന് ഹൈക്കോടതി വഞ്ചൂരിയിലേത് കോടതിയെ ലക്ഷ്യം. പാർട്ടി സമ്മേളനത്തിന് റോഡ് അടയ്ക്കാൻ ആര് അധികാരം നൽകി എന്നതാണ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ CPM-നോടുള്ള ചോദ്യമാണ്. വലിയ പ്രാധാന്യത്തിൽ മനോരമയും വാർത്തയും തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കടൽ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ദലിത് ആദിവാസി സംയുക്ത സമിതി രാജ്ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സാഗരത്തിൽ പങ്കെടുക്കാനെത്തിയവരെ സമിതി ജനറൽ കൺവീനറായ പുന്നല ശ്രീകുമാർ അഭിവാദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. വിശദമായ വാർത്ത മറ്റ് ഉൾപേജുകളിൽ ഉണ്ടാകുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത 16ാം ധനകമ്മീഷനോട് ഒറ്റക്കെട്ടായി കേരളം എന്ന് പറഞ്ഞുകൊണ്ട് മാനദണ്ഡം മാറ്റണം എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്ര നികുതി വരുമാനത്തിന്റെ വിഭജനം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്ന് 16ാം ധനകമ്മീഷനോട് ഒറ്റക്കെട്ടായി കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത പുരോഗമിക്കുകയാണ്. ധനകമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപഹാരം നൽകുന്നു. മന്ത്രി KN ബാലഗോപാൽ സമീപം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ
കേസ് കോടതിയിലിരിക്കെ ബുൾഡോസർ പ്രയോഗം. യുപിയിൽ 180 വർഷം പഴക്കമുള്ള മസ്ജിദ് പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുപിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ 180 വർഷത്തോളം പഴക്കമുള്ള നൂരി ജമാ മസ്ജിദിന്റെ ഭാഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസ് പുനഃസംഘടന അതൃപ്തി പരസ്യമാക്കിയ നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും വി ഡി സതീശൻ കീഴ്പ്പെടുമെന്ന സംശയം ബലപ്പെട്ടതോടെ അതൃപ്തി പരസ്യമാക്കി നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്ത സിറിയയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സിറിയയിൽ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. സിറിയയിലെ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും മുതലെടുത്ത ഇസ്രായേൽ കടന്നാക്രമണം തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്ത രാജ്യസഭാ ചെയർമാനിൽ അവിശ്വാസം എന്ന വാർത്തയാണ്. ജഗ്ദീപ് ധൻഖറിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഒരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. പ്രതിപക്ഷത്തെ നിശബ്ദരാക്കുകയും സഭയിൽ പക്ഷപാതപരമായി പെരുമാറുകയും സർക്കാരിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെതിരെ ഇന്ത്യ സഖ്യം നോട്ടീസ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അവിശ്വാസ പ്രമേയ നടപടികൾ എന്തെല്ലാമാണ് എന്ന് ബുള്ളറ്റിൻ ആയിട്ട് കൃത്യമായി തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട് മാധ്യമം. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ റോഡിൽ റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഇസ്രായേൽ സേന ഡമസ്കസിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സിറിയയുടെ സൈനിക ശേഷി നാമാവശേഷമാക്കി 300-ലേറെ വ്യോമാക്രമണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമവും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് KSEBയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. KSEB ഇന്ധന സർചാർജ് വർധന നീക്കത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. വൈദ്യുത നിരക്ക് വർധനയ്ക്കൊപ്പം തന്നെ ഇന്ധന സർചാർജിൽ കൂടി വർധന വരുത്താനുള്ള KSEB നീക്കത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ഭാരമായി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധനകമ്മീഷന്റെ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യം, കേരളത്തിന്റെ ആവശ്യം സൂചിപ്പിക്കുന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ മാധ്യമം ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ജഡ്ജിയുടെ വിദ്വേഷ പ്രസംഗം സുപ്രീംകോടതി ഇടപെടുമെന്ന വാർത്തയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ജസ്റ്റിസ് കെ യാദവിന്റെ വിവാദ പരാമർശങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സൈഡ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ബാങ്കുകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബാങ്കുകളുടെ കിട്ടാക്കടം 4,50,670 കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ബാങ്കുകളുടെ കിട്ടാക്കടം 4,50,670 കോടി രൂപയെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് 13,922 കോടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ധനകമ്മീഷനോട് കേരളത്തിന്റെ ആവശ്യം, 16ാം ധനകമ്മീഷനോടുള്ള കേരളത്തിന്റെ ആവശ്യം സൂചിപ്പിക്കുന്ന വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് നിരക്ക് വർധനയ്ക്ക് പുറമെ സർചാർജും ഈടാക്കണമെന്ന KSEBയുടെ ആവശ്യവും ദീപികയും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മുല്ലപ്പെരിയാർ പിണറായി സ്റ്റാലിൻ ചർച്ച ഇന്ന് വൈക്കത്ത് വെച്ച് നടക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കാടുകളുടെ മത്സരയോട്ടം ചിത്രീകരിച്ച വീഡിയോഗ്രാഫർക്ക് ദാരുണാന്ത്യം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന അപകട മരണത്തെ സംബന്ധിച്ച വാർത്തയും ദീപികയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വാർത്തയെ കാണുന്നത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ ഇന്ദ്രപ്രസ്ഥത്തിൽ സമരകാഹളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ആയിരങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരുന്ന പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷാ വേഷ വ്യത്യാസങ്ങൾക്കിടയിലും ഇന്ദ്രപ്രസ്ഥ വീതിയിൽ അവർ ഒന്നുചേർത്തത് ഐക്യദാർഢ്യത്തിന്റെ സമരകാഹളം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ആ വാർത്ത. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സ്വാതി ഋതംബര പ്രസംഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന് ക്ഷേത്രത്തിൽ ഫ്ലക്സ് ഭക്തർ വരുന്നത് ഭഗവാനെ കാണാൻ, നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിക്കാനല്ലെന്ന ഹൈക്കോടതിയുടെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ വാർത്തയെ നൽകിയിട്ടുണ്ട്. സർക്കാരിനും ബോർഡിനും വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുള്ളറ്റിനും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ക്ഷേത്രത്തിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചതിനെ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു എന്ന് തുടങ്ങുകയാണ് ആ വാർത്ത. മറ്റൊന്ന് വഴിതടഞ്ഞ CPM സമ്മേളനം, പോലീസിനും പാർട്ടിക്കും ഹൈക്കോടതിയുടെ വിമർശനം എന്ന കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ വിമർശനം CPM പാർട്ടിക്ക് നേരെയുള്ള വിമർശനവുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കരുവന്നൂർ തട്ടിപ്പ്, CPM നേതാക്കൾക്ക് കുറ്റപത്രം ഉടൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി ED CPM നേതാക്കൾക്കുൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളുടെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുകയാണ് ED എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇനി കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ 17 പൈസ ഇന്ധന സെസ് ആവശ്യം തള്ളി കമ്മീഷൻ, അധിക ഇരുട്ടടി അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KSEBയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. വൈദ്യുത നിരക്ക്
യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ച് നടപ്പിലാക്കിയതിന് പിന്നാലെ ഇന്ധന സെസ്യത്തിൽ യൂണിറ്റിന് 17 പൈസ കൂടി വർദ്ധിപ്പിക്കണമെന്ന KECBയുടെ ആവശ്യം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഗഗൻയാൻ സഞ്ചാരികൾക്ക് ഇനി സുരക്ഷിതമായി തിരിച്ചിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നമായ ഗഗൻയാൻ ദൗത്യത്തിൽ നിർണായക നേട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് വാർത്തയിൽ നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ റീൽസ് ചിത്രീകരണത്തിനിടെ കാറിടിച്ച് യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ കൗമുദിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നടന്ന മേൽത്തട്ട് പരിധിക്കും ഉപവർഗീകരണത്തിനുമെതിരെ ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ നടത്തിയ പ്രതിഷേധത്തെ സംബന്ധിച്ചുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വഞ്ചിയൂരിലെ CPM സമ്മേളനം റോഡ് തടയാൻ ആരധികാരം നൽകിയെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. അതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ താഴെയായി ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കൗമുദി സ്പെഷ്യൽ സ്റ്റോറിയാണ് പിള്ളേരുകളിയിൽ പിറന്ന പിള്ളാരമ്പലം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ്. നീണ്ടകര വെള്ളിത്തിരുത്തി കുട്ടിക്കളിയിൽ പിറന്നൊരു അമ്പലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്ന രസകരമായൊരു കൗമുദി സ്പെഷ്യൽ ന്യൂസ് കൂടി കൗമുദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.